ഹായ് ഓൾ, വെൽക്കം ടു റിയൽ ഫാക്ട്സ്. നമ്മൾ കറണ്ട് അഫെയർസിൻ്റെ വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസങ്ങളായി. ഇത് മെയ് തീരാറായിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ മെയ് മാസത്തിലെ കറണ്ട് അഫെയർസാണിത്. ഇതിന് മുമ്പിട്ട് കറണ്ട് അഫെയർസിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കറണ്ട് അഫെയർസ് ഒന്ന് കേട്ട് കളയരുത്. പരീക്ഷയുടെ അടുത്തിരിക്കുന്ന സമയത്തെങ്കിലും നിങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്ന കാര്യങ്ങൾ കേൾക്കണം. എന്നാലേ നമ്മുടെ ഹൃദയത്തിൽ അത് പതിയത്തുള്ളൂ. പരീക്ഷയ്ക്ക് നമുക്ക് ഉത്തരങ്ങൾ കിട്ടണ്ടേ. അപ്പം അതുപോലെ ഇതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, കേട്ട് പഠിക്കുക. ആദ്യത്തെ ചോദ്യം നോക്കൂ. വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് 2025. അപ്പം അതിൽ ഒന്നാമത് എത്തിയിരിക്കുന്നത് നോർവേ ആണ്. നോർവേ പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് നോർവേ ആണ്. ഇന്ത്യയുടെ ഇതിൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ 151 151 ഇന്ത്യയുടെ സ്ഥാനമേ. അതുപോലെ വേൾഡ് പ്രസ് ഫ്രീഡം ഡേ എന്നാണെന്ന് ചോദിച്ചാൽ മെയ് 3 അതിൻ്റെ തീമുണ്ട് റിപ്പോർട്ടിംഗ് ഇൻ ദ ബ്രേവ് ന്യൂ വേൾഡ് ദ ഇമ്പാക്റ്റ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓൺ പ്രസ് ഫ്രീഡം ആൻഡ് ദ മീഡിയ. അപ്പോൾ പ്രസ് ഫ്രീഡം ഡേ എന്നാണെന്ന് ഓർത്തിരിക്കുക. മെയ് 3 അതിൻ്റെ തീം ഇപ്രാവശ്യത്തെ റിപ്പോർട്ടിംഗ് ഇൻ ദ ബ്രേവ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണല്ലോ ഇപ്പോൾ മെയിനായിട്ടുള്ള ഒരു ഇത്. അപ്പം അത് ഓർത്തിരിക്കുക. അതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്ന തീമെന്നെങ്കിലും ഓർത്തിരുന്നാൽ നമുക്ക് ആ ഓപ്ഷനിൽ നിന്നത് കിട്ടും. റിപ്പോർട്ടിംഗ് ഇൻ ദ ബ്രേവ് ന്യൂ വേൾഡ് ദ ഇമ്പാക്റ്റ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓൺ പ്രസ് ഫ്രീഡം ആൻഡ് ദ മീഡിയ. അപ്പോൾ പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 151. അപ്പോൾ 151 ഓർത്തിരിക്കണം. 151. ഈ 1 കൂട്ടുമ്പോൾ 2 കിട്ടും. ഈ 5ൽ നിന്ന് 2 കുറച്ചാൽ 3 കിട്ടും. അതായത് മെയ് 3 കിട്ടുമെന്ന് ഓർത്തിരിക്കാം. അങ്ങനെയെങ്കിലും കണക്ട് ചെയ്ത് വെക്ക്. അടുത്ത ചോദ്യം നോക്കൂ. ദി സാഗ ഓഫ് ചേരമാൻ എന്ന ബുക്ക് രചിച്ചത് ശ്രീകുമാരി രാമചന്ദ്രനാണ്. അപ്പം നോവലിസ്റ്റ്, കഥാകൃത്ത്, നർത്തകി എന്നീ നിലകളിലൊക്കെ പ്രശസ്തിയായ ഒരു മലയാളി എഴുത്തുകാരിയാണ് ശ്രീകുമാരി രാമചന്ദ്രൻ. അവരുടെ ഏറ്റവും അവസാനത്തെ ബുക്കാണ് ദി സാഗ ഓഫ് ചേരമാൻ. അപ്പോൾ അത് ഓർത്തിരിക്കണം. ദി സാഗ ഓഫ് ചേരമാൻ. ചേരമാൻ കേൾക്കുമ്പോൾ നമുക്കറിയാം ഒരു ഹിസ്റ്റോറിക്കൽ ബുക്കായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബുക്കൊന്ന് ഓർത്തിരിക്കുക. അടുത്ത നോക്കൂ. കലിംഗ സൂപ്പർ കപ്പ് ഫുട്ബോൾ 2025 ജേതാക്കൾ ഗോവ FC ആണ്. കലിംഗ സൂപ്പർ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ ഗോവ FC. 2025 ഓസ്ട്രേലിയൻ ഫെഡറൽ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച പാർട്ടിയാണ് ലേബർ പാർട്ടി. അതിൽ ആരാണ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി എന്ന് ചോദിച്ചാൽ ആൻ്റണി അൽബാനിസ് ആണ്. ആൻ്റണി അൽബാനിസ് പ്രധാനമന്ത്രിയാണ്. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയാണ് ആൻ്റണി അൽബാനിസ്. അത്രയും ഓർത്തിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഇത്രയും 3-4 കാര്യങ്ങൾ പറഞ്ഞ് ഒന്നാമത്തെ ചോദ്യം തന്നെ വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് ആയിരുന്നു. അത് അറിയാമല്ലോ, ഇമ്പോർട്ടൻ്റ് ആണ്. വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് എപ്പോഴും പരീക്ഷകളിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇന്ത്യയുടെ സ്ഥാനം നമ്മൾ എന്ത് ചെയ്യുക, അതിൽ ഓർത്തിരിക്കണം. ഇന്ത്യയുടെ സ്ഥാനം 151 എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ ഫ്രീഡം ഡേ ആണെങ്കിൽ മെയ് 3. അതിൻ്റെ തീം വരുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട് ഒരു വേൾഡ് ഇമ്പാക്റ്റിനെ കുറിച്ചാണ്. അപ്പോൾ റിപ്പോർട്ടിംഗ് ഇൻ ദ ബ്രേവ് ന്യൂ വേൾഡ് ദ ഇമ്പാക്റ്റ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓൺ പ്രസ് ഫ്രീഡം ആൻഡ് ദ മീഡിയ. പിന്നെ ദി സാഗ ഓഫ് ചേരമാൻ എന്ന ബുക്ക് എഴുതിയത് ശ്രീകുമാരി രാമചന്ദ്രനാണ്. ഓർത്തിരിക്കുമല്ലോ, ചേരമാൻ രാമചന്ദ്രൻ എന്ന് ഓർത്തിരുന്നാലും മതി. അടുത്തത് നമ്മൾ പറഞ്ഞത് കലിംഗ സൂപ്പർ കപ്പ് ഫുട്ബോൾ 2025 ജേതാക്കളായിരുന്നു ഗോവ FC. അതുപോലെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയായിട്ട് ഇപ്പോൾ പുതിയതായിട്ട് നിലവിൽ വന്നത് ആൻ്റണി അൽബാനിസ് ആണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയായിരുന്നു ലേബർ പാർട്ടി. ഇത്രയും കാര്യങ്ങൾ മറക്കത്തില്ലല്ലോ. അടുത്ത 5ാമത്തെ ചോദ്യം നോക്കൂ. പാകിസ്ഥാൻ ഭീകര ആക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കാണ് ഓപ്പറേഷൻ സിന്ദൂർ. നമുക്കറിയാമല്ലേ,
ഒരുപാട് കുറേ ദിവസങ്ങളായിട്ട് അവർ പല രീതിയിൽ അക്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു? തിരിച്ചടിച്ചുകൊണ്ടിരുന്നു. ഇന്ത്യ അതുപോലെ തിരിച്ചടിച്ചു അല്ലേ. അപ്പം അതിൽ ആ ഒരു ഓപ്പറേഷൻ്റെ പേരായിരുന്നു എന്താ? ഓപ്പറേഷൻ സിന്ദൂർ. അപ്പം നമുക്കറിയാം പഹൽഗാം ഭീകരാക്രമണത്തിനെതിരായിട്ട് ഇന്ത്യ നടത്തിയതാണിത് അല്ലേ. അപ്പോൾ ഓർത്തിരിക്കുമല്ലോ. കേരളത്തിലെ പുതിയ ചീഫ് സെക്രട്ടറി ആയി നിയമിതനായത് ആരാണെന്നറിയാമോ? ഡോക്ടർ എ ജയതിലക. കേരളത്തിലെ പുതിയ ചീഫ് സെക്രട്ടറി ആയി നിയമിതനായത് ഡോക്ടർ എ ജയതിലക. ഓർത്തിരിക്കുമല്ലോ. ലോക ആരോഗ്യ സംഘടനയുടെ വയോജന സൗഹൃദ നഗരങ്ങളിൽ, അതായത് അതിനകത്ത് വരുന്ന കാറ്റഗറിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഗ്ലോബൽ നെറ്റ്വർക്കിൽ ഇടം പിടിച്ച കേരളത്തിലെ നഗരമാണ് നമ്മുടെ കോഴിക്കോട്. അപ്പോൾ ലോക ആരോഗ്യ സംഘടനയുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അതിൻ്റെ വയോജന സൗഹൃദ നഗരങ്ങളിൽ അതിൻ്റെ കാറ്റഗറിയാണ് ഗ്ലോബൽ നെറ്റ്വർക്ക് കാറ്റഗറിയിൽ ഇടം പിടിച്ച കേരളത്തിലെ നഗരമാണ് കോഴിക്കോട്. ഓർത്തിരിക്കുമല്ലോ. അടുത്ത ചോദ്യം നോക്കൂ. 2025 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് 2025 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ആലംകോട് ലീലാകൃഷ്ണനാണ്. ആലംകോട് ലീലാകൃഷ്ണൻ. അപ്പോൾ അദ്ദേഹത്തിന് ഈ അവാർഡ് ലഭിച്ച സ്ഥിതിക്ക് ഇനി നമ്മൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് കൃതികളും കൂടെ ഒക്കെ ഓർത്തിരിക്കേണ്ടി വരും അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് കൃതികൾ 2-3 കൃതികളെങ്കിലും നമ്മൾ ഓർത്തിരിക്കണം. ഇദ്ദേഹം കവിയുമാണ്, നോവലിസ്റ്റുമാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കുറച്ച് കൃതികൾ ഞാൻ പറയാം. നീളാസാധകം, നിളയുടെ തീരങ്ങളിലൂടെ, അതുപോലെ ഒരു കഥയുണ്ട്, നോവലാണെന്ന് തോന്നുന്നു. താത്രിക്കുട്ടിയുടെ സ്മാർത്ത വിചാരം ഇങ്ങനെ തന്നെയാണ് കേട്ടോ. സ്മാർത്ത വിചാരം, താത്രിക്കുട്ടിയുടെ സ്മാർത്ത വിചാരം. ഇത് ഇദ്ദേഹത്തിൻ്റെ കഥയാണ്. അതുപോലെ സംഗീതയാത്രകൾ, ഇത് അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരം എങ്ങനെയാണ്. സംഗീതയാത്രകൾ. പിന്നെ പ്രധാനപ്പെട്ട ടാസ്കിയ എന്ന് പറഞ്ഞിട്ടൊരു നോവലുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്? അദ്ദേഹത്തിൻ്റെ രചനകളാണ്. നീളാസാധകം, നിളയുടെ തീരങ്ങളിലൂടെ, സംഗീതയാത്രകൾ, നിളയുടെ തീരങ്ങളിലൂടെ സംഗീതയാത്രകൾ. അപ്പം നിളയുടെ തീരങ്ങളിലൂടെ സംഗീതയാത്രകൾ, ഇതൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്തൊരു കോഡ് പോലെ എഴുതി വെക്കാം. താത്രിക്കുട്ടിയുടെ സ്മാർത്ത ചിന്തകൾ, ഇത് ഓർത്തിരിക്കണേ. താത്രിക്കുട്ടിയുടെ സ്മാർത്ത ചിന്തകൾ. അതുപോലെ ടാസ്കിയ, ഇങ്ങനായിരിക്കും ഇത് വായിക്കുന്നത്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കൃതികളാണ്, ഓർത്തിരിക്കണേ. അടുത്ത ചോദ്യം. വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്ത ദിവസം 2025 മെയ് 2 നമ്മൾ കണ്ടതാണ്. കുറേ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉദ്ഘാടനത്തിൻ്റെ പേരിലൊക്കെ. അങ്ങനെ മെയ് 2 നരേന്ദ്രമോദി എന്ത് ചെയ്തു? രാജ്യത്തിന് സമർപ്പിക്കുകയുണ്ടായി. 2025 മെയ് 2 വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. പഴയ തുറമുഖവും പുതിയ തുറമുഖവും, അതിനകത്ത് ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഇടയ്ക്ക് പുതിയ കപ്പൽ അല്ലേ, തുറമുഖം തുറന്നു കൊടുത്ത സമയത്ത് വന്ന കപ്പൽ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ഇടാം. അത് നമുക്ക് പുതിയ മാർപ്പാപ്പയായി അവരോധിക്കപ്പെട്ടത്. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിര്യാതനത്തിൻ്റെ ഭാഗമായിട്ട് പുതിയ മാർപ്പാപ്പയായിട്ട് അവരോധിക്കപ്പെട്ടത് ആരാണ്? കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രൊവോസ്റ്റ്. ഓർത്തിരിക്കുക, പ്രൊവോസ്റ്റ് എന്നെങ്കിലും ഓർത്തിരിക്കണം. കർദിനാൾ പ്രൊവോസ്റ്റ് എന്നെങ്കിലും ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് വലിയ ഉപകാരമായിരിക്കും.
കർദിനാൾ റോബർട്ട് പ്രൊവോസ്റ്റ് എങ്കിൽ ഓർത്തിരിക്കാം. കർദിനാൾ റോബർട്ട് പ്രൊവോസ്റ്റ് ഓർത്തിരിക്കുമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് പറയുവാണെങ്കിൽ ഇത് ആഗോള കത്തോലിക്ക സഭയിലാണല്ലോ ഈ മാർപ്പാപ്പ വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഇത് 267 മാർപ്പാപ്പയാണ്. എത്രാമത്തെയാണ്? 276 മാർപ്പാപ്പയാണ് ഈ കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രൊവോസ്റ്റ്. ഇദ്ദേഹത്തിൻ്റെ ദേശം ഏതാണെന്ന് ചോദിക്കും. ഏതാണെന്നറിയാമോ? ഇദ്ദേഹം അമേരിക്കക്കാരനാണ്. അമേരിക്ക. മറ്റേ നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ ആയിരുന്നെങ്കിൽ പോർച്ചുഗീസ് ആയിരുന്നു. ഇത് അമേരിക്കയാണ്. അതുപോലെ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കണം. അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പയാണ് ഇദ്ദേഹം. അപ്പോൾ അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പയാണ് ആര്? റോബർട്ട് പ്രൊവോസ്റ്റ്. പിന്നെ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കണം. അപ്പോൾ അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പയല്ലേ, അദ്ദേഹം അറിയപ്പെടാൻ പോകുന്നത് ലിയോ 14 എന്നാണ്. ലിയോ 14 എന്നായിരിക്കും ഇദ്ദേഹം അറിയപ്പെടാൻ പോകുന്നത്. അപ്പം ഇദ്ദേഹത്തിന് ചുരുക്കപ്പേരാണ് ലിയോ 14. അപ്പം ഓപ്ഷനെ ഒരുപക്ഷെ കർദിനാൾ റോബർട്ട് പ്രൊവോസ്റ്റ് എന്ന് കാണുമായിരിക്കും, ഒരു പക്ഷേ ഇല്ലെങ്കിൽ ലിയോ 14 എന്നായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഓർത്തിരിക്കുക. 267 മാർപ്പാപ്പ, അമേരിക്കക്കാരനാണ്, അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ വ്യക്തിയാണ്, ലിയോ 14 എന്നറിയപ്പെടുന്നു. ഇത്രയും ഫാക്റ്റ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കണം. ഇന്ത്യയിലെ ആദ്യ AI ഡാറ്റാ സെൻറ്റർ നിലവിൽ വരുന്നത് ഛത്തീസ്ഗഡിലാണ്. ഇന്ത്യയിലെ ആദ്യ AI ഡാറ്റാ സെൻറ്റർ നിലവിൽ വരുന്നത് ഛത്തീസ്ഗഡിലാണ്. AI വെച്ച് ധാരാളം ഫാക്റ്റുകൾ വരുന്നുണ്ട്. AI ഡാറ്റാ സെൻറ്റർ, AI ഡാറ്റാ ബാങ്ക്, കോളേജ്, യൂണിവേഴ്സിറ്റി, ഇങ്ങനെയൊക്കെ. അപ്പം അതൊക്കെ നമ്മൾ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് കിട്ടും. ഇപ്പോൾ എൻ്റെ മനസ്സിലൊന്നും വരുന്നില്ല, ഓർമ്മ വരുന്നില്ല കേട്ടോ. നമ്മൾ പ്രീവിയസ് കറണ്ട് അഫെയറിൻ്റെ വീഡിയോയിൽ അത് ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് അടുത്ത വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് അത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ കണക്ട് ചെയ്ത് പറഞ്ഞു പോകാമേ. സംസ്ഥാന കായിക വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ലഹരി വിമുക്ത ക്യാമ്പയിനാണ് കിക്ക് ഡ്രഗ്സ് സേ യെസ് ടു സ്പോർട്സ്. മനസ്സിലായോ? അപ്പോൾ സംസ്ഥാന കായിക വകുപ്പിൻ്റെ ആകുമ്പോൾ ഓർത്തിരിക്കണം, കിക്ക് ഡ്രഗ്സ് സേ യെസ് ടു സ്പോർട്സ്. ഓർത്തിരിക്കുമല്ലോ. അതായത് ലഹരിയെ ഉപേക്ഷിക്കാം, കളിയോട് നമുക്ക് യെസ് പറയാം, അങ്ങനെ മലയാളത്തിലെങ്ങാണ്ട് പറയുന്നുണ്ടത്. മലയാളത്തിലും ഉണ്ട് അതിനൊരു തീം. അപ്പം ഇതിൽ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ആ പോസ്റ്ററിലൊക്കെ മേരി കോമിൻ്റെ പിക്ചറായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്, മേരി കോമിൻ്റെ. അപ്പം അത്രയും കാര്യം ഓർത്തിരിക്കുക. അടുത്തത്, ഒന്നാം സമ്മാനം ഒരുപാടല്ല കേട്ടോ, 1 കോടി രൂപയെന്നാണേ, മിസ്റ്റേക്ക് ഉണ്ട്. ഒന്നാം സമ്മാനം 1 കോടി രൂപയും ടിക്കറ്റ് വില 50 രൂപയുമാക്കി പരിഷ്കരിച്ച കേരളത്തിലെ ആദ്യ ലോട്ടറി ടിക്കറ്റാണ് സുവർണ കേരളം. അപ്പോൾ ഓൾറെഡി ഉള്ള ടിക്കറ്റാണ്. അപ്പോൾ ഇതിന് പരിഷ്കരിച്ചു. ഒന്നാം സമ്മാനം എന്താക്കി? 1 കോടി രൂപയാക്കി. ടിക്കറ്റ് വില 50 രൂപയുമാക്കി. അപ്പോൾ നമുക്കറിയാം കോടികളൊക്കെ സമ്മാനങ്ങളുള്ള ടിക്കറ്റ് വിലയൊക്കെ നല്ല വലുതാണ്. അപ്പോൾ ഇത് 50 രൂപയേ ഉള്ളൂ. അപ്പോൾ ഓർത്തിരിക്കുക, സുവർണ കേരളം, സുവർണ കേരളം. രാജ്യത്തെ തിരഞ്ഞെടുപ്പ് വിവരങ്ങൾക്കായി ഇലക്ഷൻ കമ്മീഷൻ ആരംഭിച്ച ഏകീകൃത പ്ലാറ്റ്ഫോമാണ് ECNet. അപ്പോൾ രാജ്യത്തെ ഇലക്ഷൻ വിവരങ്ങൾ ഏകീകൃതമായി കാണിക്കാനായിട്ട് അവർ ആരംഭിച്ച ഒരു പ്ലാറ്റ്ഫോമാണ് ECNet. ECI എന്ന് കേൾക്കുമ്പോഴറിയില്ലേ, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നെറ്റ്വർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നെറ്റ്, അങ്ങനെ ഓർത്തിരിക്കണം. അപ്പം ECIയിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കിട്ടും. അടുത്ത ചോദ്യം നോക്കൂ. അമർനാഥ് തീർത്ഥാടന യാത്രയുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ശിവ. ഓപ്പറേഷൻ ശിവ. അപ്പം അമർനാഥ് പറയുമ്പോൾ ഓർത്തിരിക്കാൻ ശിവ അല്ലേ, ശിവനല്ലേ. അപ്പം അമർനാഥ് തീർത്ഥാടന യാത്രയുമായി നടത്തിയ
ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ശിവ. ഓപ്പറേഷൻ സിന്ദൂർ അറിയാം. പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ ഭാഗമായി ഇന്ത്യ പാകിസ്ഥാന് നൽകിയ തിരിച്ചടി അല്ലെങ്കിൽ സർജിക്കൽ സ്ട്രൈക്കാണ് എന്ത് ഓപ്പറേഷൻ സിന്ദൂർ. അപ്പോൾ അതിൽ ബ്രഹ്മോസ് മിസൈലൊക്കെയാണ് കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം ബ്രഹ്മോസിനെ കുറിച്ചൊക്കെ ഇനി വീഡിയോ വരും, കാരണം ക്വസ്റ്റ്യൻസ് വരും. കാരണം ഇന്ത്യയുടെ ഒരു ശക്തമായ പ്രതിരോധ സംവിധാനമാണ്. അടുത്ത ചോദ്യം നോക്കൂ. 2025 മെയ്യിൽ യുനെസ്കോയിൽ നിന്നും പിന്മാറിയ രാജ്യമാണ് നിക്കരാഗോ. നിക്കരാഗോ ആണ് 2025 യുനെസ്കോയിൽ നിന്നും പിന്മാറിയ രാജ്യം. നിക്കരാഗോ എന്ന് ഓർത്തിരിക്കുക. നിക്കരാഗോ യുനെസ്കോയിൽ നിന്നും പിന്മാറി. 2025 മെയ്യിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ താരങ്ങളാണ് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ താരങ്ങൾ. 2025 മെയ്യിൽ ഇന്ത്യ നടത്തിയ സിവിൽ ഡിഫൻസ് ഓപ്പറേഷനാണ് ഓപ്പറേഷൻ അഭ്യാസ്. ഓപ്പറേഷൻ അഭ്യാസ് എന്താണെന്ന് നിങ്ങൾക്ക് ഓപ്പറേഷൻ അഭ്യാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. പക്ഷെ നമ്മളൊക്കെ കണ്ടതാണ് മോക്ക് ഡ്രിൽ എന്ന് പറയുന്നൊരു സംഭവം അല്ലേ. ഇന്ത്യ മുഴുവനായിട്ട് അടിയന്തര ഘട്ടങ്ങളിൽ എങ്ങനെ പെരുമാറണം എന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി എല്ലാ സിവിൽ ഡിഫൻസുകളും ചേർന്ന് എന്ത് ചെയ്തു, ഒരു ഓപ്പറേഷൻ നടത്തി. അതാണ് എന്ത് ഓപ്പറേഷൻ അഭ്യാസ്. മോക്ക് ഡ്രില്ലിൻ്റെ ഭാഗമായിട്ട്, അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ ഇപ്പോൾ അടുത്ത് എന്തോ വലിയ സംഭവം ദുരന്തം ഉണ്ടായാൽ എങ്ങനെ നേരിടണമെന്ന് നമ്മളെ എല്ലാവരെയും ബോധവൽക്കരിച്ചതാണ് എങ്ങനെ ഈ മോക്ക് ഡ്രില്ലിലൂടെ. അപ്പം അതിൽ ആ ഒരു ഓപ്പറേഷനായിരുന്നു ഇത് ഓപ്പറേഷൻ അഭ്യാസ്. അത് നടപ്പാക്കിയത് ആരൊക്കെയാണ്? മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് എന്നാണ്. എന്ന് വെച്ചാൽ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സും. പിന്നെ ദുരന്തം ഉണ്ടാകുമ്പോൾ ആരാണ്? ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുമാണ്. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയും കൂടെ ചേർന്നാണ് ഈ മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്, അല്ലെങ്കിൽ ഈ ഓപ്പറേഷൻ അഭ്യാസ് നടപ്പിലാക്കിയത്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. അപ്പോൾ ഓർത്തിരിക്കണേ അത്രയും കാര്യങ്ങൾ. അതുപോലെ അടുത്ത ചോദ്യം നോക്കൂ. ബ്രഹ്മോസ് മിസൈലുകളുടെ നിർമ്മാണ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന സ്ഥലമാണ് ലക്നൗ, ഉത്തർപ്രദേശ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മളൊക്കെ ഈ ഒരു സാഹചര്യത്തിൽ ബ്രഹ്മോസിൻ്റെ പ്രാധാന്യം എത്ര വലുതാണെന്ന്. ബ്രഹ്മോസ് അതാണ് ഇനി ഒരു നിർമ്മാണ മേഖലയും കൂടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ലക്നൗ, ഉത്തർപ്രദേശിലാണെന്ന് ഓർത്തിരിക്കുക. 2027 വനിതാ ഫിഫ വേൾഡ് കപ്പ് വേദിയാണ് ബ്രസീൽ. അപ്പം വനിതാ ഫിഫ വേൾഡ് കപ്പ് വേദി ബ്രസീലാണ് 2027. അടുത്ത ഫിഫ വേൾഡ് കപ്പ് വേദി എവിടെയാണ്? USA ആണ്. USA 2026 അടുത്ത. 2022 ഖത്തർ. 2022 ഖത്തർ. അപ്പോൾ അടുത്ത 2026 USA, കാനഡ, മെക്സിക്കോയാണ് അടുത്ത ഫിഫ വേൾഡ് കപ്പ് മെൻസ് നടക്കാൻ പോകുന്നത്. 16 വെന്യൂസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് USA, കാനഡ, മെക്സിക്കോ. അപ്പോൾ 2026 ഫിഫ വേൾഡ് കപ്പ്. വനിതയാണെങ്കിൽ ബ്രസീലാണെന്ന് ഓർത്തിരിക്കുമല്ലോ. അടുത്ത ചോദ്യം നോക്കൂ. ഇന്റർനാഷണൽ മ്യൂസിയം ഡേ ആണ് മെയ് 18 ഇന്റർനാഷണൽ മ്യൂസിയം ഡേ. അതിനും ഒരു തീമുണ്ട്. ദ ഫ്യൂച്ചർ ഓഫ് മ്യൂസിയംസ് ഇൻ റാപ്പിഡ്ലി ചേഞ്ചിങ് കമ്മ്യൂണിറ്റീസ് എന്നാണ്. ദ ഫ്യൂച്ചർ ഓഫ് മ്യൂസിയംസ് ഇൻ റാപ്പിഡ്ലി ചേഞ്ചിങ് കമ്മ്യൂണിറ്റീസ്. അപ്പോൾ ഫ്യൂച്ചർ ഓഫ് മ്യൂസിയം എന്തെങ്കിലും ഓർത്തിരുന്നാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. മ്യൂസിയം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു പ്രാധാന്യമുള്ള ഒരു സംഭവമാണ് മ്യൂസിയങ്ങൾ. കാരണം നമുക്ക് PSCയുടെ കാര്യം പറയുവാണെങ്കിൽ PSC ആസ്ഥാനത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഒരു മ്യൂസിയം തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയെങ്കിലും ഓർത്തിരിക്കുക. ജർമ്മനിയുടെ 10ാം ചാൻസലറായി കൺസർവേറ്റീവ് പാർട്ടി നേതാവ്
ഫ്രെഡറിക് മേഴ്സ് തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ ഇദ്ദേഹം തന്നെയായിരുന്നു നേരത്തെ. അപ്പോൾ അദ്ദേഹം തന്നെ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. ജർമ്മനിയുടെ 10ാമത്തെ ചാൻസലറാണ് ഫ്രെഡറിക് മേഴ്സ്. കൺസർവേറ്റീവ് പാർട്ടി നേതാവാണ്, ഓർത്തിരിക്കുക. ഹൾ 096 ഇതെന്താണെന്ന് ഓർക്കണം. ലോകത്തിലെ ഏറ്റവും വലിയ വൈദ്യുത കപ്പലാണ് ഹൾ 096. ഹൾ 096 ലോകത്തിലെ ഏറ്റവും വലിയ വൈദ്യുത കപ്പലാണ്. മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉൾപ്പെടുന്നവരെ കരുതൽ തടങ്കലിലാക്കാനുള്ള നിയമമാണ് പിറ്റ് NDPS. ഓർത്തിരിക്കണം. നമുക്ക് NDPS നമുക്കറിയാം അല്ലേ. NDPS എന്താണ്? നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് എന്നാണ്. ഏത് വർഷമാണ് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് അറിയാമോ? 1985 1985 ആക്റ്റാണ് ആദ്യം വന്നത്. അപ്പം അത് ഇപ്പോൾ പിറ്റ് NDPS ആക്റ്റാക്കി മാറ്റും. അതായത് കരുതൽ തടങ്കലിലാക്കാനുള്ള നിയമമാണ്, ഓർത്തിരിക്കുക. പിറ്റ് NDPS ആക്ട്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനലാണ് മുംബൈ ഇൻ്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനലായിട്ട് ഇപ്പോൾ ഉള്ളത് മുംബൈ ഇൻ്റർനാഷണൽ ക്രൂയിസ് ടെർമിനലാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കമാണ് ദേവപ്രയാഗ് ജനാസു ആണ് ഏത്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം എന്ന് ഓർക്കണേ. റെയിൽവേ തുരങ്കം. അപ്പോൾ ഇന്ത്യയിലെ, ഞാൻ നേരത്തെ ചോദ്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഹൾ 096 എന്തുമായിരുന്നു? ഹൾ 096 ലോകത്തിലെ ഏറ്റവും വലിയ വൈദ്യുത കപ്പലാണ്. അതുപോലെ ദേവപ്രയാഗ് ജനാസു എന്തായിരുന്നു? ഇന്ത്യയിലെ ഏറ്റവും വലിയ റെയിൽ തുരങ്കമാണ്. ഓർത്തിരിക്കണേ. അതുപോലെ മുംബൈ ഇൻ്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ അതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ. അതും കൂടെ ഓർത്തിരിക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനലാണ് മുംബൈ ഇൻ്റർനാഷണൽ. സംസ്ഥാനത്തെ മുഖ്യ വനം മേധാവിയായി നിയമിതനായത് രാജേഷ് രവീന്ദ്രനാണ്. സംസ്ഥാനത്തെ മുഖ്യ വനം മേധാവിയായി നിയമിതനായത് രാജേഷ് രവീന്ദ്രൻ. ഓർത്തിരിക്കണേ. നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡിൻ്റെ ചെയർമാനായി നിയമിതനായത് അലോക് ജോഷിയാണ്. അപ്പം സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം പ്രീവിയസ് ചോദിച്ചിട്ടുമുണ്ട്. അപ്പം അലോക് ജോഷി ഓർത്തിരിക്കുക. സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡിൻ്റെ ചെയർമാൻ. 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയത്. അപ്പോൾ നമുക്ക് വാർത്തയിലൊക്കെ നമ്മൾ കണ്ടു അല്ലേ, സമർ അബു ആണ്. ഇതൊരു പെണ്ണാണ്. ഇത് ആർക്കാണ്, എന്താണ് കാരണം എന്നറിയാമോ? നമുക്കറിയാം, പലസ്തീൻ ബാലനായ ആരാണ്? മഹ്മൂദ് അജ്ജോറിൻ്റെ 2 കൈകളും നഷ്ടപ്പെട്ട ഒരു ഫോട്ടോ ആയിരുന്നു പുള്ളിക്കാരി പകർത്തിയത്. അപ്പം സമർ അബു എലൂഫ്, അവരുടെ പേരങ്ങനെയാണ്, സമർ അബു എലൂഫ്. വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത്. ഓർത്തിരിക്കണം. മഹ്മൂദ് അജ്ജോർ എന്നും കൂടെ ഓർത്തിരിക്കണേ. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം ഗജസിംഹയാണ്. ഗജസിംഹം എന്ന് വെച്ചാൽ സിംഹവും ആനയും കൂടെ ചേർന്നിരിക്കുന്ന ഒരു രൂപമാണ് ഗജസിംഹം. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദി എവിടെയായിരുന്നു? ബീഹാറിലായിരുന്നു.
ഗെയിംസ് അവസാനിച്ചു. അതിൽ വിന്നേഴ്സായിട്ട് വന്നത് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര തിരിക്കുമല്ലോ, മഹാരാഷ്ട്ര. അതായത് മഹാരാഷ്ട്ര ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. 158 ആകെ മെഡലാണ് നേടിയത്. അതിൽ 58 ഗോൾഡാണുള്ളത്. 158 മെഡൽ, അതിൽ 58 ഗോൾഡ് അതിൽ തന്നെ ഉണ്ട്, കിട്ടുമല്ലോ. ഇപ്പം ബീഹാറായിരുന്നു നടന്ന സ്ഥലം, മഹാരാഷ്ട്രയായിരുന്നു വിജയികൾ. ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2025 വേദി. അപ്പോൾ ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2025. അപ്പോൾ ഓർത്തിരിക്കുക, ഗുമി, സൗത്ത് കൊറിയയിലെ ഒരു സ്ഥലമാണ് ഗുമി. ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ്. മാഡ്രിഡ് ഓപ്പൺ ടെന്നീസ് കിരീടം ലഭിച്ചത് ആര്യാന സബലങ്കയാണ്. ഏത് ലോക 1-ാം നമ്പർ ടെന്നീസ് താരം ഇപ്പോൾ. അപ്പം അവർക്കാണ് ആര്യാന സബലങ്ക. അവരുടെ രാജ്യം കൂടെ ഓർത്തിരിക്കുക, ബെലറൂസ് കാരിയാണ് ആര്യാന സബലങ്ക. ആരെ പരാജയപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ കോക്കോ ഗാഫി, അമേരിക്കയുടെ കോക്കോ ഗാഫിയെയാണ് ആര്യാന സബലങ്ക പരാജയപ്പെടുത്തിയത്. ഏത് ഇനത്തിലാണ്? മാഡ്രിഡ് ഓപ്പൺ ടെന്നീസ്. ഇന്ത്യൻ ഷൂട്ടിംഗ് ടീമിൻ്റെ മുഖ്യ പരിശീലകനായിരുന്ന പ്രൊഫസർ സണ്ണി തോമസ് അന്തരിച്ചു. അപ്പോൾ ചരമമാണ്. പ്രൊഫസർ സണ്ണി തോമസ് ഷൂട്ടിംഗ് ടീമിൻ്റെ പരിശീലകനായിരുന്നു പ്രൊഫസർ സണ്ണി തോമസ്. പ്രഥമ MP വീരേന്ദ്രകുമാർ സ്മാരക ദേശീയ പുരസ്കാരം ലഭിച്ചത് പാണ്ഡുരംഗ് ഹെഗ്ഡെയാണ്. ഈ പാണ്ഡുരംഗ് ഹെഗ്ഡെ ആരാ നിങ്ങൾക്കറിയാമോ? അപ്പിക്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം വഹിച്ച വ്യക്തിയായിരുന്നു പാണ്ഡുരംഗ് ഹെഗ്ഡെ. അപ്പോൾ പ്രഥമ MP വീരേന്ദ്രകുമാർ സ്മാരക പുരസ്കാരം ലഭിച്ചത് പാണ്ഡുരംഗ് ഹെഗ്ഡെക്കാണ്. അടുത്തത് ജന്മഭൂമി പുരസ്കാരം. നമ്മളിപ്പോൾ കുറേ പുരസ്കാരം പറഞ്ഞായിരുന്നു. പത്മപ്രഭ ആലങ്കോട് രാമകൃഷ്ണൻ പറഞ്ഞു. ഇത് ജന്മഭൂമി പുരസ്കാരം KS ചിത്രയ്ക്കാണ്. ഓർത്തിരിക്കണേ. അപ്പം ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് കേട്ട് പഠിക്കാം. ഇത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാതെ പോകരുത്, സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. ഇതുപോലെ തന്നെ ആയിരിക്കും പിന്നെയും നമ്മൾ വീഡിയോ ഇടുന്നത്. പിന്നെ കുറച്ചുകൂടെ കാര്യങ്ങൾ അധികത്തിൽ പറയും. കാരണം ഞാനും ഇങ്ങനെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കണക്ട് ചെയ്ത് പറയാൻ പറ്റുന്ന മാക്സിമം ഞാൻ പറയും. ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യാം. ഇനിയും ഒരു വീഡിയോയിൽ കാണാം. മെയ് മാസത്തിൽ കറണ്ട് അഫയേഴ്സ് തീർന്നിട്ടില്ല. ഒരു പാർട്ടും കൂടെ അപ്ലോഡ് ചെയ്യാനുള്ള അത്രയും ഉണ്ട് ഇനി. അപ്പോൾ അതും കൂടെ നമുക്ക് ചെയ്യാം. അപ്പം അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.